ശരിക്കും ഇവിടുന്ന് മുന്നോട്ട് നടക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അതുപോലത്തെ കാറ്റാണ് അടിക്കുന്നത്. കാറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ നിലത്ത് നമ്മൾ പൊക്കി എടുത്തുകൊണ്ട് നിലയിലുള്ള കാറ്റുകളാണ് അടിക്കുന്നത്. ഫോൺ പോലുള്ള ശ്രദ്ധിച്ചാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഇപ്പോൾ പറഞ്ഞു വന്ന ഭാഗം എന്ന് പറഞ്ഞാൽ മുണ്ടക്കയം വാഗമൺ റോഡിന്റെ ഇതിനകത്തൊക്കെ വല്ല കേൾക്കാവുന്ന പോലും അറിയത്തില്ല, കാരണം ഏർപ്പായിരിക്കും കാറ്റിന്റെ. മുണ്ടക്കയം വാഗമൺ റോഡിന്റെ കോലാലമേട് ഭാഗത്ത് ആണ് കാണുന്നത് ഇപ്പൊ ഞാൻ നടക്കുന്നത്. ഇതിന്റെ ടാറിങ് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളിയഞ്ചേരിയിൽ നിന്ന് കോലാലമേട് വരെയുള്ള അല്ലെങ്കിൽ വാഗമൺ വരെയുള്ള 7 കിലോമീറ്റർ ടാറിങ്ങാണ് നിലവിൽ നടക്കേണ്ടത്. അതിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ BMBC നിലവാരത്തിലുള്ള റോഡായതുകൊണ്ട് ഒരു BM സെക്ഷനാണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഏതാണ്ട് 2 കിലോമീറ്ററോളം ഈ ഭാഗങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇതിന്റെ ബാക്കിയുള്ള പണികൾ കോലാലമേട്ടിൽ നിന്ന് മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ശക്തമായ കാറ്റാണ്. നമ്മൾ അതിന് അനുഭവിച്ചറിഞ്ഞാൽ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റത്തില്ല. ആ സ്ഥിതി കാറ്റാണ്. അതായത് BMBC നിലവാരത്തിൽ നമ്മൾ പറഞ്ഞു BMBC നിലവാരത്തിലുള്ള വർക്കാണ് നടക്കുന്നത്. അപ്പം അതിന്റെ BM സെക്ഷൻ ആദ്യത്തെ കുറച്ച് ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അതിന്റെ BM സെക്ഷന്റെ പണി എല്ലാം ചെയ്ത് തീർന്നതിന് ശേഷം BC ഭാഗം കൂടെ ചെയ്ത് ഇതിന്റെ പണികൾ തീർന്നതിന് ശേഷം നമ്മുടെ മേലേത്തട ഭാഗത്ത് കോലാലമേട് ഭാഗത്തേക്കുള്ള പണികളൊക്കെ തീരും അല്ലെങ്കിൽ തുടങ്ങും എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കാര്യം ഓർമ്മ മോൾഗാട് അവിടുന്ന് വരുമ്പോഴേ വരുമ്പോ ഞാൻ ഓട്ടോ കയറി വരും. ഒറ്റ ചവിട്ട് ഞാൻ സൈഡിങ്ങനെ വണ്ടിയുടെ ഷേപ്പ് കാണുമ്പോ വീഡിയോ ഇത് ഇവിടെയൊക്കെ പുള്ളി സെക്കൻഡ് എനിക്ക് പോരുമ്പോ ഫ്രണ്ട് കൊടുക്കുന്ന പരിപാടിയേ ഇല്ല. തീരുകാലം അലക്കുന്നല്ല തീരുകാലം അലക്ക്. അതൊക്കെ വിളവുന്നുണ്ടെങ്കിൽ ഞാൻ ചിരിക്കുക. ശരിയാണോ വെളിയെന്ന് പോലെ ഉമ്മറിൽ ഇത്ര നേരമായിട്ട് ബൈക്കാൻ കഴിയും. അല്ല ഇതിനും ആദ്യമായിട്ടല്ലേടാ പോകുന്നത് പുള്ളിയുടെ കൂടെ കേറി വന്നിട്ടുണ്ടല്ലോ, ഇറങ്ങി പോയി അല്പം ഇത് ആൾക്കാര് പോകുമല്ല. വണ്ടി പോരാ വീഡിയോ പിടിക്കാനാണോ? എല്ലാ വീഡിയോ ഒരുപോലെ ശരിയാവും. എല്ലാ വീഡിയോ ഒരുപോലെ ശരിയാവില്ല. പിടിക്കണ്ടേ വ്യത്യസ്തമായിരിക്കണ്ടേ. നമ്മളിന്ന് വാഗമണിലേക്ക് പോകുന്നത് മെഗാസ്റ്റേഡത്തിന്റെ ജീപ്പില് നമ്മുടെ കൂട്ടുകാരുടെ കൂട്ടത്തിലാണ്. ഏതാണ്ട് കോലാലമേട്ടിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. വീഡിയോ കട്ട് ചെയ്യുന്നേ, കട്ട് ചെയ്ത് റെഡിയാക്കുന്ന ആരാ? ഇങ്ങനെ കട്ട് ചെയ്യും. ഇല്ല നമ്മള് കഴിക്കണം, 3 മണി കഴിക്കണം. ഇല്ല പിന്നെ നമ്മള് ചെയ്ത് വരുമ്പോഴത്തേക്ക് പരസ്യം കയറും ഒത്തിരി. അത് മനസ്സിലായോ? നമ്മള് പറഞ്ഞ സെലക്ട് ചെയ്തു. ആ സെലക്ട് ചെയ്ത് ചെറിയൊരു പീസ് 1 മിനിറ്റുള്ള സാധനം നടന്നു. 1 മിനിറ്റ് ഉള്ളത് നമ്മള് ഔട്ട് കൊടുക്കുകയല്ലേ, അപ്ലോഡ് കൊടുക്കുമ്പോഴത്തേക്ക് ആ പീസ് അപ്ലോഡ് കൊടുക്കുമ്പോൾ പരസ്യം കാണും. പുള്ളിക്ക് ശരിക്കും ടൈം ലാപ്സ് എടുക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ ഫാസ്റ്റ് ആകത്തില്ലേ? അത് ഒത്തിരി നേരം എടുത്താലും അത്യാവശ്യം വീഡിയോ കിട്ടുള്ളൂ. അതാ ഞാൻ പറഞ്ഞ ഈ പുള്ളിയുടെ വീഡിയോക്ക് ഭയങ്കര ലെങ്ത് അല്ലേ? അത് സ്പീഡ് കൂട്ടിയിട്ടാണല്ലോ, ടൈം ലാപ്സ് ആക്കണമെന്നില്ല. അതിന്റെ സ്പീഡ് കൂട്ടിയിട്ടാണ് അത് എഡിറ്റ് ചെയ്യുമ്പോൾ. ടൈം ലാപ്സ് നമ്മൾ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് എങ്ങനെ പിന്നെ എങ്ങനെ എടുക്കും? ഞാൻ എന്റെ ഒത്തിരി വീഡിയോ അറിയാതെ പോയിട്ടുണ്ടൊക്കെ. അല്ല പിന്നെ ഒന്നും എടുക്കാനില്ല, നേരെ ഇങ്ങ് വരുമല്ലേ. ടൈം ലാപ്സിൽ എടുക്കുമ്പോഴേക്കും വീഡിയോ ലെങ്ത് അതിന് ഓഡിയോ ഒന്നും കിട്ടുന്നില്ല. ഓഡിയോ പുള്ളിക്ക് എഡിറ്റ് ചെയ്തില്ല. അല്ല ഞാൻ പറഞ്ഞത് വീഡിയോയുടെ സ്പീഡ് കൂട്ടിയാന്നേ, അത് ഭയങ്കരമായിട്ട് സ്പീഡ് കൂട്ടാം.
ആ ആപ്പിനകത്ത് തന്നെ. അല്ല സ്പീഡ് കൂട്ടാം, ഞാൻ പറയാതല്ല. അല്ലാതെ ടൈംലാപ്സാണ് പുള്ളിക്ക് ഒന്ന് സ്പീഡ് കൂട്ടാനോ കുറയ്ക്കാനോ നിൽക്കേണ്ടത്. അതന്നേരം ഒറ്റ രീതിയിൽ പോകും. മറ്റേ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഏത് ചില ഭാഗം സ്പീഡ് കുറയ്ക്കാം, വേണ്ട ഭാഗം സ്പീഡ് കറക്റ്റ് ആക്കാം, ബാക്കിയുള്ളവരെ കൂട്ടാം, അങ്ങനെ ചെയ്യാം. എപ്പോഴും നമ്മൾ സ്ക്രീനെ വർക്ക് ചെയ്തോണ്ടിരിക്കും. അതിനൊരു ഇതുണ്ട്, മറ്റേ ഈ കെർവ് പോലെ ഉണ്ട്. അതായത് നമ്മള് കൊടുക്കുമ്പോൾ 2-3 ഓപ്ഷൻ കൂടുകയും കുറയുകയും ചെയ്യും. 20% 20 തൊട്ട് കേട്ടോ 20 തൊട്ടേ 100 വരെ സ്പീഡ് നിയന്ത്രിക്കുന്നുണ്ട്. പിന്നെ കെർവും ഉണ്ട്. 1200 ഒരു വർഷം അല്ലേ? അതിന്റെ പൈസ കൊടുത്തല്ല, നമ്മൾ ആ ആപ്പ് തന്നെ അതിന് പരസ്യം ഒന്നും ഇല്ലാതെ കുറച്ച് ഓപ്ഷൻ കൂടെ കൂടുതലുണ്ട്. തണുത്തോളൂല്ലേ? അല്ല ഇത് മറ്റേ കംപ്രസർ അടിക്കണ്ടല്ലോ. അടിച്ചു പോവോ? കോലാലം വീട്ടിൽ കൂടെ നല്ല പൊടിക്കാത്തുള്ള യാത്ര. വീഡിയോ ഇവിടെ പറയട്ടെ അറിയുന്നില്ലല്ലേ? ആ അവിടെ മെറ്റിലവിടെ ഒരു ഇട്ടില്ല. ആദ്യം പറഞ്ഞതായിട്ട് ഇവിടെ ചെയ്യുന്ന ചെയ്തത്രയും പോകാതെ പെട്ടെന്ന് ചെയ്യുമായിരിക്കും. ആരില്ലേ ചേട്ടാ? ഇത് വണ്ടിക്ക് വെള്ളമൊക്കെ ഉണ്ടോ? വെള്ളം രാവിലെ അതൊക്കെ നോക്കണം കേട്ടോ. ചുമ്മാ 4 മണിക്ക് തുടങ്ങി. ചുമ്മാ രാവിലെ വന്നോ? നിങ്ങൾ പോന്നോ? സുരച്ചേട്ടനൊക്കെ ഈ ഡേ ഡ്യൂട്ടി അല്ലേ ഉള്ളൂ? 8 മണിക്ക് തുടങ്ങിയതായിരുന്നു. JCB കാരുടെ നമ്പർ വേണം ഇവിടെ ഒത്തട്ടി വേണം. ഒരു പുള്ളി ഒരു നമ്പർ എനിക്ക് കിട്ടിയായിരുന്നു. സുരച്ചേട്ടനെ വീഡിയോക്ക് അത് കാണിക്കണം കേട്ടോ. തെറ്റുകാർ വരെ വന്നിട്ട് സുരച്ചേട്ടനെ വീഡിയോക്ക് എത്തല്ല. ഇതിൽ ആര് വീഡിയോ ചെയ്യാൻ വന്നാലും വീഡിയോ ഉണ്ട് ബോൾസെറ്റ് പോയത്. ഇതാ കാറ്റ് പിടിക്കുന്ന അറിയാം. ആ ഫോണിലോട്ട് കഴിക്കാത്തിരുന്ന് അല്ല കഴിക്കാത്ത ഭയങ്കര ഇത് വരുന്നു. അവിടെ നനച്ചിട്ടുണ്ടോ? ഇവിടെ വരെ പച്ച അടിച്ചിട്ടുണ്ടോ? ആ സൂപ്പർ കാറ്റാ. നിങ്ങളിത് കാണുക. നമ്മളെ താമരന്റെ സൈഡിലൂടെ നോക്കിയിട്ടുണ്ടോ? ഈ ഭാഗം മറ്റേ കട്ടയാ. 50 മീറ്റർ മാര് പൊടിയടിച്ചാ ഇവിടെ പോലെ പൊടിയടിക്കുന്നത്. പൊടിയടിച്ചു വൈകിട്ട്
ബഷീടെ ഇവിടെ വരുന്നോ? ഇവിടെ പുറത്തോട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടാ വരും. ഈ വളവിനപ്പുറം കാണിപ്പിക്കാം. ഇങ്ങോട്ട് അറിയാം. ബാക്കി ഇങ്ങോട്ട് രണ്ട് സൈഡിൽ നീക്കാൻ വേണ്ടി ആയിരിക്കും. മൊത്തം ഇവിടെ പോകാൻ തുടങ്ങുക. ഇവിടെ ബാക്കി ഒന്ന് രണ്ട് സൈഡ് നീക്കായിരിക്കും. ഇത് വേറെ ഇത് ഒരാഴ്ച നമ്മൾ ഈ കാണുന്ന ടാറിംഗ് എന്ന് പറയുന്നത് മുണ്ടക്കയം വാഗമൺ റോഡിലെ ടാറിംഗ് ആണ്. മുണ്ടക്കയം വാഗമൺ റോഡിന്റെ ഇവിടെ കോലാലമേട് ഭാഗത്തെ ടാറിംഗ് ആണ്. അതായത് മുണ്ടക്കയം കൂട്ടിക്കൽ NTR ഇളങ്കാട് റോഡിന്റെ ടാറിംഗ് പണികള് ഏതാണ്ട് വെല്ലിയന്ത ഭാഗം വരെയുള്ള പണികളെല്ലാം തീർന്നായിരുന്നു. അപ്പം അവിടുന്ന് ഇങ്ങോട്ടുള്ള 7 കിലോമീറ്ററിന്റെ റോഡിന്റെ പണികളാണ് ഇപ്പോൾ രണ്ടാമതായിട്ട് പുതിയതായിട്ട് 17 കോടി രൂപ മുടക്കി നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ടാറിങ്ങിന്റെ വർക്കുകൾ അതിവേഗം നടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് കോലാലമേട് ഭാഗമാണ്. രാവിലത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ശക്തമായ കാറ്റാണ് ഇവിടെ വാഗമണില്. അതായത് കോലാലമേട് ഭാഗത്ത് ശക്തമായ കാറ്റാണ്. ഇന്നലെ ഈ ഭാഗത്തെ ടാറിങ് കുറെ ഭാഗം നടന്നിരുന്നു. നമുക്ക് അവിടെ വരെ എത്താനോ അല്ലെങ്കിൽ ഇന്നലെ വന്ന് നമുക്ക് ആ വീഡിയോ എടുക്കാനൊന്നും സാധിച്ചില്ല. നമ്മൾ ഇന്ന് രാവിലെയാണ് നമ്മുടെ കൂട്ടുകാരുടെ കൂടുതൽ നഗാസരത്തിൻ്റെ കൂടുതൽ ഇവിടെ എത്തി ആ ടാറിങ് വീഡിയോ എടുക്കാൻ വേണ്ടി എത്തിയതാണ്. അങ്ങനെ അതിമനോഹരമായ തങ്ങൾപാറ ഭാഗത്തെ കാഴ്ചകളാണത്. ഇതിന്റെ താഴത്തെ ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ഇളങ്കാട് ഭാഗമാണ്. വെല്ലിയന്ത ഇളങ്കാട് ഭാഗമാണ് ഇതിന്റെ താഴത്തെ ഭാഗം. രണ്ട് റോളറുകളാണ് ഇത് വർക്ക് ചെയ്തത്. രണ്ടെണ്ണം ആ കാണുന്നത് തൊട്ട് താഴെ കാണുന്ന ഭാഗം വെല്ലിയന്തയും അത് കഴിഞ്ഞ് ഇളങ്കാടിനപ്പുറത്തെ NTR അങ്ങനെ കുറെ ഭാഗങ്ങൾ നമുക്ക് കാണാം. ചാത്തപ്പിലാപ്പള്ളിമല, വാഗമണിലെ വാച്ച് ടവർ തുടങ്ങിയ ഭാഗങ്ങൾ ഇവിടെ കാണാം നമുക്ക്. കൊടുങ്ങ ക്ഷേത്രം കാണാം നമുക്ക്. അടുത്ത ലോഡ് വന്നിരിക്കുക കേട്ടോ. അടുത്ത ലോഡ് ഇത് കട്ടതയുള്ള അടുത്ത ലോഡ് വന്നിട്ടുണ്ട്. എന്റെ പേര് സുരേന്ദ്രൻ. ഞാൻ അല്ലേ രാജീവ് മാധ്യം കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഇന്നലെ തുടങ്ങി ടാറിങ്. ഇന്നലെ എങ്ങനെയുണ്ട് പണി? ഇത് 1-ാം ഘട്ടം BM. ഇന്ന് തീരെയല്ല,
മൂന്നാല് ദിവസം എടുക്കും. അടുത്ത ഘട്ടം BC. അത് ആ അത് അത്ര എടുക്കുകയല്ല, താഴോട്ട് തുടങ്ങും. എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെ, കോലാലമേട് തുടക്കം. ഞാൻ കൊറേ ആയി, ഞങ്ങളെല്ലാം. ഓക്കെ. ഇത്രയും ഭാഗത്ത് കുറച്ച് വീഡിയോ എടുത്തതിന് ശേഷം നമ്മള് ഇതിലെ കോലാലമേട് ഭാഗത്ത് കരയുടെ ഭാഗത്ത് കറികളൊക്കെ എടുക്കാൻ വേണ്ടി പോവാം. ആണോ? ഒരാഴ്ച താമസം അതിനിങ്ങനെ ചെയ്യുന്നത്? ഇവിടുന്ന് 1.5 കിലോമീറ്റർ റിപ്പോർട്ട് ചെയ്ത ആ റിപ്പോർട്ട് ചെയ്തിട്ട് ഒരു ദിവസം വെയിറ്റ് ചെയ്തിട്ട് നടക്കാൻ പറ്റും. ബാക്കി ചെയ്തോണ്ടിരിക്കുന്നുള്ളൂ. ഇനി കടയുടെ അവിടെ വരെ ചെയ്തിട്ട് അത് റിപ്പോർട്ട് ചെയ്തിട്ട് ഇത് 3-4 ദിവസം പിടിക്കും അല്ലേ? 3-4 ദിവസം പിടിക്കും. ഏതാ ഇത് മൊത്തം ഈ BM ചെയ്ത് തീർക്കാൻ ഇല്ല. ഇതിപ്പോ ഇന്നുകൊണ്ട് ഈ സാധനം തീരും. ആ ഇതൊരു 2 ദിവസം കഷ്ടിച്ച് അപ്പുറത്ത് മൊത്തം ഒരു 4 ദിവസം കൊണ്ട് BM-ന്റെ വർക്കുകൾ തീരുമായിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ട് കടയുടെ ഭാഗത്തോട്ട് പോകേണ്ട കാര്യമില്ല. ആ ആ ആ ആ ആ കാറ്റ് കയറേ, കാറ്റ് കയറും. നമ്മള് അതാ മൈക്ക് വെച്ചേ. ആ ആ അല്ല വ്യൂ അല്ലേ? അരുണിന്റെ ക്യാമറ കൊണ്ട് വരണം. 2 മാസമായുള്ള ആ കിട്ടാൻ തുടങ്ങിട്ട്. ആ ഇവിടെ ഒട്ടും ഇല്ലായിരുന്നു. മറ്റേ എയർടെലിനെ കാണുമായിരിക്കും അല്ലേ? ഇല്ല. മൈക്ക് വെക്കാൻ പറ്റുമോ? നമ്മുടെ അരുടെക്സ് അഗോറിയുടെ അഖിലാണ് ഇവിടുത്തെ റോഡിന്റെ വർക്കുകളൊക്കെ മേൽനോട്ടം വഹിക്കുന്ന അദ്ദേഹം. നമ്മോട് ഉടൻ തന്നെ എൻ്റെ പണികളൊക്കെ തീരുമെന്നാണ് പറഞ്ഞത്. ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ BM വർക്കുകൾ ബാക്കിയുള്ളത് തീരും എന്നാണ് പറഞ്ഞത്. കൊടുങ്ങാമ്പലം അത് ആ 8 വീടും അതിന്റെ തൊട്ടിപ്പുറത്തെ കൊടുങ്ങാമ്പലമാ കേട്ടോ. അതാണ് കൊടുങ്ങാ ടെമ്പിൾ. നമ്മുടെ ഫോണിൽ ഇതിൽ കൂടുതൽ സൂം ചെയ്യാൻ പറ്റില്ല. സൂം ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റും. കേട്ടില്ല? അതിശക്തമായ കാറ്റാ, പിടിച്ചേക്കാൻ പാടാ. അതുപോലത്തെ കാറ്റാ. ആ ആണ് ഐഫോണിന്റെ വ്യത്യാസം. കണ്ടോ? ആ അവിടെ കാല് തെറ്റിപ്പോയാ അങ്ങ് താഴ്ത്തി. ജയന്തിയാറ് ഇളങ്കാട് കാവിലമ്പലം ഏറ്റവും തൊട്ടടുത്ത് നമ്മുടെ വെല്ലിയന്തക്കാവ് ക്ഷേത്രം നമുക്ക് കാണാം. നിങ്ങൾക്ക് കാണാമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, കാരണം എനിക്ക് കാണാം. കാരണം
അതിനുള്ള തെറ്റപ്പേ പോകുന്നുള്ളൂ. ശക്തമായ കാറ്റ്, ശക്തമായ കാറ്റാണ്. ഈ ഇതിന്റെ ഇപ്പുറത്തോട്ടുള്ള സർക്കാർ ഭൂമിയായിട്ട് കിടക്കുമായിരിക്കും അല്ലേ? ആ പച്ച കയറ്റുന്നത് അത് മറ്റവരുടെ റിസോർട്ടിന്റെ ഭാഗമല്ലേ? നിങ്ങളുടെ ഫോൺ എടുത്ത് ആ ചന്ദ്രനെ ഒന്ന് എടുക്കുക. ചന്ദ്രൻ ഇതല്ലേ എന്റെ ലൈവിനകത്ത് വരെ ചന്ദ്രനെ കാണാത്. അതുപോലെ നമ്മൾ അല്ലാതെയൊക്കെ എടുക്കും. മടുതാ ഇനി അടുത്ത ലോഡ് വരാൻ താമസമുണ്ടോ? ആ കാപ്പ് കുടിക്കാൻ പോയല്ലേ? അങ്ങനെ അഖിലൊരു പുതിയ വണ്ടി കൂടി എടുത്തിട്ടുണ്ട്. അവരുടെ പേര് കാണിക്കണ്ടല്ലേ? പേര് കാണിക്കണ്ട, വണ്ടിയുടെ പേര് കാണിക്കണ്ട. അപ്പുറം വരെ വരട്ടെ. അപ്പുറം വണ്ടിയെ കയറി പോകാമെന്നുള്ള ശ്രമം നടത്തിയത്. അപ്പോൾ വണ്ടിക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് നമ്മളോട് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ നടന്നു തന്നെ പോകാം. വാഗമണിലെ കാറ്റെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. കണ്ടു ശക്തമായ രീതിയിലുള്ള കാറ്റാണ് ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാലമാട് ഭാഗം ഒരു ടാറിങ് എവിടം തൊട്ടാണ് തുടങ്ങിയിരിക്കുന്നത് എന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ എൻ്റെ ഭാഗത്ത് എന്നാൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. പണിക്കാരെല്ലാം കാപ്പ് കുടിക്കാൻ കയറിയ ഭാവമാണ് നമ്മൾ കാണുന്നത്.